കൂടുതലൊന്നും നമ്മളെ വണ്ടിന്റെ കാര്യങ്ങളില്ല. പിന്നെ ഇനി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് MLA വന്നു കഴിഞ്ഞാല്, സതീശേൽ MLA വന്നു കഴിഞ്ഞാല് പറയുന്നത്. അപ്പൊ കുറച്ചേരം ഇപ്പൊ വരുന്നുണ്ട് ആള്. പരിശോധിച്ചപ്പോ അവിടെ ഉള്ളതിൽ എന്തെങ്കിലും ഉണ്ടോ? ലോറിയുടെ കുറെ പാർട്സ് ഉണ്ട്, നമ്മളത് കുറവാ, നമ്മളതില്ല. കുറെ പാർട്സ് ഉണ്ട്, ഈ പാർട്സുകളൊന്നും നമ്മളതല്ല. നമ്മുടേതായ എത്ര വസ്തുക്കൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്? ഉണ്ട്. ഉണ്ട്. കുറെ ആംഗ്ലർ, ബാക്ക് സൈഡില് മരങ്ങളുണ്ട്, മരം കയറ്റിയിട്ടിക്കണ്, കയറ് കയറ്റിയിട്ടിക്കണ്, കുറച്ച് ആംഗ്ലർ ഉണ്ട് ചെറിയത്. അതായത് നമ്മളെ വണ്ടിന്റെ അധികം പാർട്സ് ഇല്ല. നമ്മള് ഒരു 95% മറ്റു വണ്ടികളുടെ പാർട്സുകളാണ്. ഇതാണ് ലോറി ഉടമ മനാഫിന്റെ വാഹനത്തിന്റെ ഭാഗങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ ഇന്ന് നദിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതെ. ഇനിയുണ്ട്. ഇത് ഇന്ന് എത്ര പാർട്സ് കിട്ടിക്കണ്? ഇന്നൊരു 40 പാർട്സ് കിട്ടിക്കണ് ഓരോ കയ്യില്. പിന്നെ അതില് ഇതൊക്കെ കയറ്റിയിട്ടിക്കണ്, ടവറിന്റെ. ക്രാഷ് ഗാർഡിന്റെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ക്രാഷ് ഗാർഡിന്റെ നമ്മളതാണെന്നുള്ളത് ഇല്ല. അത് വേറെ എന്തോന്നാണെന്ന് എന്റെ അഭിപ്രായം. നമ്മളെ ആംഗ്ലർ ഉണ്ട്, അത് നമ്മളെ വെള്ളത്തിന്റെ ടാങ്കിന്റെ അവിടെയുള്ള ആംഗ്ലറിന്റെ കൂടെ ഉള്ള സാധനങ്ങളാണ്. ഉള്ളിലുള്ള ഒരു പാർട്സും ഇല്ല. അതെ. കുറെ മറ്റു വണ്ടികളുടെ പാർട്സുകളും ഗിയർ ബോക്സിന്റെ ഭാഗങ്ങളും, അതായത് വേറെ ഏതൊരു വണ്ടി ഇഞ്ചിനടക്കം തകർന്നു പോയിക്കുന്നത്. അതിന്റെ ഇഞ്ചിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കുറെ ഉണ്ട്. ഓൾറെഡി ഒരു ഇഞ്ചിന് ഒന്നും ആവാത്ത എഞ്ചിനും ഉണ്ട് അവിടെ. വേറെ വണ്ടികളുടെ ഇഞ്ചിന്റെ അടിയത്തെ ഉള്ളിലുള്ള ഷാഫ്റ്റുകള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ഉണ്ട്. കുറെ സാധനം ഉണ്ട് അതിൽ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇവിടെ ട്രക്ക് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ. പക്ഷേ ഈ ഇന്ദ്രപാലം പറയുന്നത് സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത് ആ മൺകൂനാണെന്ന് 4ാമത്തെ പോയിന്റിലാണ് എന്നുള്ളത്. അതെ, ഇന്ദ്രപാൽ സാറ് കാണാൻ വേണ്ടി പറഞ്ഞേക്കണ്. ഒന്ന് പോയി കണ്ടിട്ട് എന്താന്നുള്ളത് ചോദിച്ചു നോക്കട്ടെ. ശരി. ഉന്മേഷ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ബിജു, തുടരാം. മനാഫ് എന്തായാലും കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇന്ന് കണ്ടെത്തിയതിൽ 95% അല്ലേ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റേതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ? ഇന്ന് അതായത് നിരവധി വാഹനങ്ങളുടെ പാർട്സുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്റെ വാഹനത്തിന്റെ അല്ല എന്നുള്ള നിഗമനത്തിലാണ് ഈ പരിശോധന നടത്തിയതിനു ശേഷം കണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം മേജർ ഇന്ദ്രപാലനുമായി സംസാരിക്കാനായിട്ട് പോയിരിക്കുകയാണ്. മേജർ ഇന്ദ്രപാലൻ ചൂണ്ടിക്കാണിക്കുന്നത് വേറൊരു ഭാഗമാണ്. അവിടെ കൂടെ തെരച്ചിൽ നടത്താനായിട്ടാണ് ഇപ്പോ പോകുന്നത്. നാളെ ആ ഭാഗത്തായിരിക്കും തെരച്ചിൽ നടത്തുന്നത്. എന്നാലും രാവിലെ മുതൽ നടത്തുന്ന പരിശോധനയിൽ നിരവധി വാഹനങ്ങളുടെ നിരവധി ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ തന്റെ ആകെയുള്ളതൊരു ആംഗ്ലെയർ മാത്രമാണ് എന്നാണ് നാം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തെരച്ചിൽ തുടരും. ഇന്നത്തെ തെരച്ചിലിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. നാളെ മേജർ ഇന്ദ്രപാലന്റെയും കൂടെ മേൽനോട്ടത്തിലായിരിക്കും അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള പ്രധാന പോയിന്റുകൾ അവിടെ പരിശോധന നടത്തുക. എന്തായാലും ഇന്ന് മനാഫിനും അതുപോലെ അർജുന്റെ ബന്ധുക്കൾക്കും നിരാശയുടെ മറ്റൊരു ദിവസം കൂടിയായി കടന്നു പോവുകയാണ്. ശരി. ബിജു പങ്കജാണ് വിശദമായ വിവരങ്ങൾ ഷെഡ്യൂളിൽ നൽകിയത്.